മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഇന്നത്തെ രണ്ട് വായനകൾ രണ്ട് എക്സ്ട്രീംസാണ്. ഏറ്റവും ആഴമേറിയ കാര്യങ്ങളാണ് ഇന്നത്തെ രണ്ട് വായനകളിലൂടെ പഠിപ്പിക്കുക. ആദ്യ വായനയിൽ മുഴുവനും അപരൻ്റെ സ്വന്തമാക്കാനുള്ള അതിയായ ആഗ്രഹം കാണുമ്പോൾ സുവിശേഷത്തെ നമ്മൾ കാണുകയാണ് ഉള്ളതുകൂടി അവരന് കൊടുക്കാൻ പറ്റുന്ന ഒരു ദൈവസ്നേഹത്തിൻ്റെ ചലനങ്ങൾ. ശരിക്കും ഒരു പഴയ നിയമ കൺസെപ്റ്റിൽ നിന്നും ഈശോ കുരിശിലൂടെ പൂർത്തീകരിച്ച ഏറ്റവും പരമോന്നതമായ സ്നേഹത്തിൻ്റെ പുതിയ നിയമം, അതാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മുടെ മുമ്പിൽ പങ്കുവയ്ക്കുന്നത്. ആദ്യ വായന ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. നാബോത്ത് പാവപ്പെട്ടവൻ, അവൻ്റെ കുറച്ചുള്ള മുന്തിരിത്തോട്ടം കൈക്കലാക്കാൻ വേണ്ടി ആഹാബും തൻ്റെ ഭാര്യ ജസബലും കൂടി കാട്ടിക്കൂട്ടിയ കുതന്ത്രങ്ങൾ ഒരു പാവപ്പെട്ട മനുഷ്യനെ എത്രമാത്രം പീഡിപ്പിക്കാവോ, തൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ സാധ്യതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പൂർത്തീകരണത്തിന് വേണ്ടി ആഗ്രഹം അത്യാഗ്രഹമായിട്ട് മാറി അത് പിന്നെ അനീതി പ്രവർത്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം സ്വന്തമാക്കാനുള്ള ആഹാബിൻ്റെ ഒരു ആഗ്രഹം, അത് കിട്ടാതെ വന്നപ്പോൾ വല്ലാതെ വിഷമിക്കുന്നു, കരയുന്നു, ഭക്ഷണം കഴിക്കാതെ കിടക്കുന്നു. അപ്പോഴാണ് ജസബൽ രാജ്ഞി കള്ളത്തരമുണ്ടാക്കി പറഞ്ഞ് ഈ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം നാബോത്തിനെ കൊന്ന് സ്വന്തമാക്കുന്നത്. ഇവിടെ ഒരാഗ്രഹം അനീതിയിലേക്ക് അത്യാഗ്രഹമായിട്ട് മാറുന്നതിലൂടെ എത്തിച്ചേരുന്നതാണ് നമ്മൾ കാണുക. ഇതെനിക്ക് തോന്നുന്നത് നാബോത്തിൻ്റെ കാലഘട്ടത്തിൽ മാത്രമല്ല, ഇന്ന് ഓരോ ദിവസവും പത്രം വായിക്കുമ്പോൾ മാധ്യമങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ വല്ലാതെ ഭയപ്പെടുത്തുന്ന വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കാമുകനോടൊപ്പം പോകാൻ വേണ്ടി കൊച്ചു കുഞ്ഞിനെ തല്ലിക്കൊല്ലുക, അങ്ങനെ പല കൊലപാതകം, സ്വന്തം അപ്പൻ അമ്മയെ കൊന്നുകളയുക, ലഹരിയുടെ മീതെ സമ്പത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി, അധികാരത്തിന് വേണ്ടിയൊക്കെ ആ ആഗ്രഹ സാധ്യത അല്ലെങ്കിൽ പൂർത്തീകരണത്തിന് വേണ്ടി ഏതറ്റം വരെ പോകാൻ, ഒരാളെ കൊല്ലണമെങ്കിൽ കൊല്ലാൻ വരെ തയ്യാറാകുന്ന ഒരു ആധുനിക ലോകത്തിൻ്റെ അനീതിയുടെ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ നമുക്ക് നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. അപ്പം ഇങ്ങനൊരു കാലഘട്ടത്തോട് ഇന്നലകളിൽ കർത്താവ് പറഞ്ഞതുപോലെ ഇന്നും ഈശോയുടെ സ്വരം ഒന്ന് തന്നെയാണ്. അതെന്താണ്? സ്നേഹിക്കുക, സ്നേഹത്തോടെ നൽകുക എന്നുള്ളത്. സ്നേഹിക്കുക, സ്നേഹത്തോടെ നൽകുക. അതുകൊണ്ടാണ് കർത്താവ് ഇന്ന് സുവിശേഷത്തിൽ പറയുക, വളരെ ശക്തമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. നിന്നോട് കൂടെ 1 മൈൽ ദൂരം വരാൻ ആഗ്രഹിക്കുന്നവൻ്റെ കൂടെ 2 മൈൽ ദൂരം പോകുക. മേലങ്കിക്ക് വേണ്ടി ചോദിക്കുന്നവൻ്റെ വസ്ത്രം മുഴുവൻ കൊടുക്കാനാണ് പറയുന്നത്. എന്തെല്ലാം ഉണ്ടോ അതെല്ലാം കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ കൊടുക്കുക എന്നുള്ള ഒരു സുവിശേഷത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയമാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ പറയുക. ഇനി ഈശോ കുരിശിൽ എല്ലാം പൂർണ്ണമായി നൽകിയവനാണ്. ഒന്നും പിടിച്ചു വയ്ക്കാതെ ഈശോ തന്നെ പൂർണ്ണമായി കുരിശിൽ നമുക്കായി നൽകിയവനാണ്. ആ കുരിശുമരണത്തിൻ്റെ യോഗ്യത തന്നെയാണ്, അത് തന്നെയാണ് ഓരോ വിശുദ്ധ കുർബാനയിലും അൾത്താരയിൽ സംഭവിക്കുന്നത്. തനിക്ക് വേണ്ടി തന്നെ ഒന്നും പിടിച്ചു വയ്ക്കാതെ തൻ്റെ ശരീരവും രക്തവും അവ നമുക്കായി തരുന്നതാണ് പരിശുദ്ധ കുർബാന. എന്ന് പറഞ്ഞാൽ ഈശോ പറഞ്ഞ് നമ്മെ പഠിപ്പിച്ച ആ സ്നേഹം അവൻ കുരിശിലാണ് പൂർത്തീകരിച്ച് നമുക്ക് വെളിപ്പെടുത്തി തന്നത്. അപ്പോൾ വാക്കിൽ മാത്രമല്ല, പ്രവൃത്തിയിലൂടെയും സ്നേഹിക്കാമെന്ന് ഈശോ പഠിപ്പിച്ചു തന്നു. ആദ്യവായനയിൽ ഒരുവൻ്റെ ആഗ്രഹം അത്യാഗ്രഹത്തിലേക്കും അനീതിയിലേക്കും അങ്ങനെ കൊലപാതകത്തിലേക്കും നയിച്ചെങ്കിൽ സുവിശേഷത്തിൽ സ്നേഹത്തോടെ നൽകാൻ ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. എനിക്ക് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ വളരെ സ്നേഹത്തിൻ്റെ ചില നൽകലുകൾ, കൊടുക്കലുകൾ ഒക്കെ സംഭവിച്ചാൽ ഒത്തിരിയേറെ സ്നേഹത്തിൻ്റെ ഊഷ്മളമായ അനുഭവങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ടാകും. പലപ്പോഴും നമ്മൾ നൽകാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷയം. നമ്മുടെ ആഗ്രഹങ്ങൾ അതങ്ങനെ തന്നെ നടക്കണം. നമ്മുടെ ഇഷ്ടം അതിന് ഒരു വിധത്തിലും മാറ്റം വരുത്താൻ നമ്മൾ തയ്യാറല്ല. ഒരു വിട്ടുവീഴ്ചയ്ക്കോ വിട്ടുകൊടുക്കലിനോ ഒന്നും തയ്യാറാകാത്തത് കൊണ്ടാണ് പലപ്പോഴും കുടുംബത്തിൽ സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്നത്. സ്നേഹമുള്ളിടത്ത് കൊടുക്കലുണ്ട്. അതുകൊണ്ടാണല്ലോ പിതാവായ ദൈവം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് സ്വന്തം പുത്രനെ നൽകാൻ തക്കവിധം അവൻ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് പറയുന്നത്. റോമ 8:32 നാം വായിക്കുന്നത്, സ്വന്തം പുത്രനെ പോലും മാറ്റിവെക്കാതെ അവനെ എനിക്കും നിനക്കും ദാനമായി തന്നെങ്കിൽ അവനോടുകൂടെ സമസ്തവും
ദാനമായി തരാതിരിക്കുമോ എന്നാണ് വചനം ചോദിക്കുന്നത്. അപ്പോൾ നൽകുന്നിടത്താണ് സ്നേഹം. ആ സ്നേഹത്തിൻ്റെ ക്ഷണമാണ് ഇന്നത്തെ വിശുദ്ധ കുർബാനയിലൂടെ ഈശോ നമുക്ക് തരുന്നത്. ഓരോ വിശുദ്ധ കുർബാനയും സ്നേഹിക്കാനുള്ള ക്ഷണമാണ്, നൽകാനുള്ള ക്ഷണമാണ്. ഈശോ തൻ്റെ ശരീരവും രക്തവും നമ്മുടെ കരങ്ങളിലും നാവിലേക്കും വരുമ്പോൾ ഈശോ പറയുന്നെന്നാ, ഇതാ ഞാൻ എന്നെ തന്നെ നിനക്ക് നൽകുകയാണ്, നീ നിന്നെ തന്നെ നൽകാനുള്ള ക്ഷണമാണ് ഈ വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ നീ സ്വന്തമാക്കുന്നതെന്നാണ് ഈശോ ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മളോട് സംസാരിക്കുന്നത്. ഈ സ്നേഹത്തിൻ്റെ നൽകലുകൾക്കായി നമ്മുടെ ഹൃദയത്തെ തുറക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ അതിന് സഹായിക്കട്ടെ. ആമേൻ.